Hi traders, welcome back to Market Waves. Nifty, Bank Nifty, Sensex എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമേ നിഫ്റ്റി തന്നെ പതിവ് പോലെ പരിശോധിക്കാം. ഇന്നലെ നിഫ്റ്റി ക്ലോസ് ആയത് 24,290 എന്ന ലെവലിലായിരുന്നു. എന്നാൽ ഇന്ന് ഏതാണ്ട് 80 പോയിന്റ് പ്ലസിൽ 24,369 എന്ന് തന്നെ പറയാവുന്ന ഒരു ലെവലിലാണ് ഓപ്പൺ ചെയ്തത്. അതിനുശേഷം പതിവ് സ്വഭാവം തന്നെ കാണിച്ചു. കൃത്യമായും അവിടെ സെല്ലേഴ്സ് ഉണ്ടായിരുന്നു, വിൽപ്പനയും വന്നു. എന്നാൽ എല്ലാ ദിവസത്തെയും പോലെ അല്ലാതെ മാർക്കറ്റ് അവിടെ ഒരു റിവേഴ്സലാണ് കാണിച്ചത്. നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന കഴിഞ്ഞ ദിവസത്തെ ഹൈ, ആ ഹൈയിൽ നിന്നുകൊണ്ട് പ്രൈസ് ചെറിയ ടൈം ഫ്രെയിമിൽ അപ്വേർഡ് മൂവ് ചെയ്യുന്നത് കണ്ടപ്പോൾ തീർച്ചയായും ഒന്നുകിൽ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴത്തെ സപ്പോർട്ട് ലെവൽ ഇവിടെ നല്ല ദൂരമായതുകൊണ്ട് തന്നെ ഈ ലെവൽ ഇവിടെ നിന്നും അപ്വേർഡ് മൂവ് ചെയ്യുമ്പോൾ ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് കൊടുക്കാം, അതല്ലെങ്കിൽ ഡേയ്സിലോ സ്റ്റോപ്പ് ലോസ് കൊടുത്തുകൊണ്ട് ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്തവർക്ക് തീർച്ചയായിട്ടും നല്ല ഒരു ടാർഗറ്റ് തന്നെ ലഭിച്ചിരുന്നു. 351 മുതൽ 370 വരെ ഏതാണ്ട് പ്രോഫിറ്റ് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവണം എന്നാണ് ഞാൻ കരുതുന്നത്. എന്നാൽ ഈ ഓപ്പണിംഗ് തന്നതിന് ശേഷം ഇത് വീണ്ടും അപ്വേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു ഇവിടെ നിന്ന് എന്ന് മനസ്സിലായ ഉടനെ തന്നെ പുതിയ ടാർഗറ്റായ ഈ രണ്ട് ലെവലുകളും നമ്മൾ ടെലഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ഞാൻ രണ്ട് ലെവലുകൾ പോസ്റ്റ് ചെയ്തതിൽ ഒന്ന് 392 ഒന്ന് 405 എന്നാൽ നമുക്ക് കിട്ടിയ പരമാവധി ഉയരം 400.95, ഏതാണ്ട് 5 പോയിന്റിന്റെ കുറവ്, 4 പോയിന്റ് ചില്ലറ കുറവ് ആണ് ആകെ രേഖപ്പെടുത്തിയ ഉയരം. അപ്പോൾ കൃത്യമായ അത്തരം ഒരു ട്രേഡ് കഴിഞ്ഞതിന് ശേഷം പ്രൈസ് പതുക്കെ അവിടെ നിന്നും റിവേഴ്സ് വരികയാണ് ചെയ്തത്. വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ബൈയിങ് ഡയറക്ഷൻ തന്നിരുന്നുവെങ്കിൽ ഒരു കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കൊടുക്കാമായിരുന്നു. എന്നാൽ ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്ത് താഴെ ക്ലോസ് ചെയ്തു. ഈ ലെവലിൽ നിന്നും വീണ്ടും അപ്വേർഡ് മൂവ് ചെയ്തു എങ്കിലും വീണ്ടും സെല്ലേഴ്സ് വന്നു. കൃത്യമായും ഈ ഇത്രയും ഏരിയ നല്ല സമയം തന്നെ ഇന്ന് കൺസോളിഡേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. എങ്കിലും കൃത്യമായി ട്രേഡ് ചെയ്യാൻ അറിയാവുന്നവർക്ക് ഇത് സെല്ലിങ്ങിലോട്ട് പോയേക്കാം എന്ന് കണക്കാക്കി തിരിച്ചറിഞ്ഞ് ഈ ലെവലിൽ നിന്നും ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തിരുന്നു എങ്കിൽ ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കൊടുക്കാവുന്നതായിരുന്നു. ഞാനും ആഫ്റ്റർനൂൺ ട്രേഡ് എടുത്തിരുന്നില്ല, എന്നാൽ ഈ രണ്ട് ട്രേഡുകളും ഞാൻ കൃത്യമായി എടുത്തിരുന്നു. ഡേയ്സ് ലോ ആയിരുന്നു എൻ്റെ ടാർഗറ്റായി കണക്കാക്കിയിരുന്നത്. ഈ രണ്ട് ട്രേഡും എടുത്തിരുന്നു. അതിനുശേഷം കൺസോൾട്ടേഷൻ ആയതുകൊണ്ട് വീണ്ടും ഞാൻ നിങ്ങളോടൊക്കെ പറയുന്നത് പോലെ തന്നെ വെച്ച് പൂട്ടി വിട്ടുപോയി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ മൂവ്മെന്റിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയാണ് നാളെ പ്രൈസ് മൂവ് ചെയ്യുക അഥവാ എൻ്റെ ട്രേഡിംഗ് പ്ലാൻ എന്താണ് എന്ന് നമുക്ക് നോക്കാം. നാളെ ലഭിക്കാൻ സാധ്യതയുള്ള ആദ്യത്തെ റെസിസ്റ്റന്റ് ഏരിയ എന്നത് 24,342 എന്ന ലെവലിൽ ഞാൻ തിക്ക് ബ്ലൂ ലൈനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആദ്യം ലഭിച്ചേക്കാവുന്ന സപ്പോർട്ടായി 24,258 എന്ന ലെവലിലും തിക്ക് ബ്ലൂ ലൈനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ ലോ അത് 24,280, 81 സംതിങ് ആണ്. മിക്കവാറും ഈ പോയിന്റുകൾ രേഖപ്പെടുത്തുമ്പോൾ ഒരു 2-3 പോയിന്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അത് കൃത്യമായി സീറോതയിൽ എനിക്ക് പ്ലേസ് ചെയ്യുമ്പോൾ അത് കറക്റ്റ് പോയിന്റിൽ കിട്ടാറില്ല. ഞാൻ അങ്ങനെ കൃത്യമായി രേഖപ്പെടുത്തും എന്നൊന്നും അല്ല പറയുന്നത്, പക്ഷെ ഞാൻ ശ്രമിക്കുമ്പോഴെല്ലാം ആ ഒരു വ്യത്യാസം ചില സന്ദർഭങ്ങളിൽ വരാറുണ്ട്. അത് സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഡേയ്സ് ഹൈ ആണ് ഇന്ന് രേഖപ്പെടുത്തിയ ഹിസ്റ്റോറിക്കൽ ഹൈ ആണ് പിന്നീട് ലഭിക്കാവുന്ന റെസിസ്റ്റന്റ് ആയിട്ട് പ്രധാനമായും രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ലഭിക്കുന്നതെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം ഒരു ബൈയിങ് ഡയറക്ഷൻ ആണ് നൽകുന്നത് എന്ന് ഫീൽ ചെയ്താൽ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ ഏതാണോ ആ ലെവലിൽ നിന്നുകൊണ്ട് ഞാൻ അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് പ്രധാന റെസിസ്റ്റൻസ്, അതായത് ആദ്യം ലഭിച്ചേക്കാവുന്ന റെസിസ്റ്റൻസ് എന്ന ലെവലിൽ രേഖപ്പെടുത്തിയിട്ടുള്ള 24,342 എന്ന ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. ഇവിടെ ഒരുപക്ഷെ പ്രൈസ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് ഈ ഏരിയയിലോട്ട് വന്ന് ഇവിടെ ബ്രേക്ക് ചെയ്തതിന് ശേഷമാണ് ഒരു പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ തരുന്നതെങ്കിൽ പോലും അതുവരെ ഞാൻ വെയിറ്റ് ചെയ്യാനേ സാധ്യതയുള്ളൂ. അപ്പോൾ രേഖപ്പെടുത്തുന്ന അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ ഈ ലൈനിൽ ടച്ച് ചെയ്തെങ്കിൽ പോലും തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഞാൻ അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാനാണ് സാധ്യത. ഞാൻ ഇത് ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്നതിന് ശേഷം പെട്ടെന്ന് ഇങ്ങനെ ഒരു പ്രൈസ് ആക്ഷൻ ആണ് വരുന്നതെങ്കിൽ എന്നുള്ളതാണ് പറഞ്ഞത്. അതുകൊണ്ട് ആരും ഇനി സെല്ലിംഗ് ആയിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ഉടനെ പോയി കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് ബുദ്ധിമുട്ടിലാവരുത്. തീർച്ചയായും ഞാൻ ഈ ലെവലുകൾ ഒന്നുകിൽ അതുവരെ ഞാൻ കോൾ ബൈ ചെയ്യുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള
സപ്പോർട്ട് ലെവൽ ഏതാണോ അത് ഞാൻ തീർച്ചയായും സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കാറുണ്ട്. അപ്പോൾ ഈ ലെവലിന് മുകളിൽ ഫസ്റ്റിലെ ഒന്ന് ക്ലോസ് ആയി കിട്ടുകയാണെങ്കിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആയി കിട്ടുകയാണെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് വീണ്ടും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്പോൾ ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ തീർച്ചയായും കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. പ്രതീക്ഷിക്കുന്ന അപ്പോഴത്തെ ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരം തന്നെയാണ്. എന്നാൽ അതിന് മുകളിൽ ക്ലോസ് ചെയ്യുകയാണ്, അതായത് 24,358 എന്ന ലെവലിനെല്ലാം മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ പ്രൈസ് വീണ്ടും അപ്പോൾ സഞ്ചരിച്ചേക്കാം എന്നാണ് ഞാൻ കണക്കാക്കുക. അങ്ങനെയെങ്കിൽ പിന്നീട് ലഭിക്കാവുന്ന ടാർഗറ്റായി ഞാൻ കണക്കാക്കുന്നത് 24,387, 24,400 എന്ന ഇന്ന് രേഖപ്പെടുത്തിയ ഉയരം തന്നെയാണ്. എന്നാൽ ഇതിനു മുകളിൽ വീണ്ടും ക്ലോസ് ആവുകയാണ് എങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകൾ ഞാൻ അപ്പോൾ തന്നെ അത്തരത്തിലൊരു മൂവ് കണ്ടാൽ തീർച്ചയായും ഞാൻ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതെന്താണോ അത് നമ്മുടെ ടെലഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഈ ഏരിയയിൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ ആണ് നൽകുന്നത് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നതെങ്കിൽ, അതായത് പ്രൈസ് ആക്ഷൻ പ്രകാരം അങ്ങനെ ഒരു ഇൻഡിക്കേഷൻ ആണ് എനിക്ക് ലഭിക്കുന്നതെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ അതിന് തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന പ്രധാന ടാർഗറ്റ് ഈ ലെവലിന് താഴെ ക്ലോസ് ആവുക എന്നുള്ളതാണ്. എങ്കിലും ഈ ലെവൽ ബ്രേക്ക് ചെയ്യുക, അതായത് ഇന്നത്തെ ലോ ബ്രേക്ക് ചെയ്ത് താഴോട്ട് വന്ന് ഇത് ടെസ്റ്റ് ചെയ്യുകയോ ഇത് ബ്രേക്ക് ചെയ്യുകയോ ചെയ്താലും വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകിയാൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് അപ്പോൾ ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ തന്നെയാണ്. എങ്കിലും അതിൽ താഴെയായി ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണ് എങ്കിൽ, അതായത് 24,236 എന്ന ലെവലിന് താഴെയെല്ലാം ക്ലോസ് ആവുകയാണെങ്കിൽ പ്രൈസ് അല്പം കൂടി ഡിക്ലൈൻ വന്നേക്കാം എന്നാണ് കരുതുന്നത്. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് 24,236, 207, 168, 128, 103 എന്നിങ്ങനെ ഞാനിവിടെ രേഖപ്പെടുത്തിയിട്ടുള്ള ലെവലുകൾ. അതുപോലെ 24,055 എന്ന ലെവലും ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും അത്രയൊന്നും ഡിക്ലൈൻ വന്നേക്കില്ല ഈ ഏരിയയിലൊക്കെ, അഥവാ വന്നെങ്കിൽ വന്നു എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. കാരണം പ്രൈസ് ഇപ്പോൾ ഒരു അപ് ട്രെൻഡിൽ തന്നെയാണ് നിൽക്കുന്നത്. അത് കണ്ടിന്യൂ ചെയ്യാതെ ഡൗണിലോട്ട് പോന്നാൽ ഒരു കറക്ഷൻ സാധ്യത വന്നാലോ എന്നുള്ളത് കൊണ്ട് അങ്ങനെ വരാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എന്ന് മാത്രം. ഓക്കെ, പിന്നെ ഞാൻ ഈ പറയുന്ന ടാർഗറ്റുകൾ കൃത്യം ആ ലെവൽ അങ്ങനെ ടെസ്റ്റ് ചെയ്താൽ മാത്രമേ ഞാൻ എടുക്കൂ എന്ന ഒരു ശഠ്യബുദ്ധി എനിക്കില്ല. ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത ഫണ്ട് എത്രയാണോ അതിൻ്റെ ഒരു നിശ്ചിത ശതമാനം പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ ഞാൻ തീർച്ചയായും എൻ്റെ ഒന്നുകിൽ ടാർഗറ്റ് ലോക്ക് ചെയ്യും, അതല്ലെങ്കിൽ ഞാൻ ടാർഗറ്റ് ബുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കാറുണ്ട്. ട്രേഡിൽ എൻ്റർ ആകുമ്പോൾ ഞാൻ ബെറ്റ് ചെയ്യുന്ന ഫണ്ടിനെ മാത്രമാണ് ഞാൻ അത്രയും കൃത്യമായി കണക്കാക്കുക. ആ ഫണ്ട് നഷ്ടപ്പെടാതെ അതിൽ എത്ര കിട്ടിയാലും പ്രോഫിറ്റ് എന്ന ഒരു രീതിയാണ് ഞാൻ കീപ്പ് ചെയ്യുക. ചിലപ്പോൾ 2, 3, 4 ഒക്കെ ട്രേഡ് ഞാൻ ചെയ്തേക്കാം. മൊത്തത്തിൽ അന്ന് നോക്കുമ്പോൾ എനിക്ക് പ്രോഫിറ്റ് ആയി നിൽക്കണം, തീർച്ചയായും ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത ഫണ്ടിന് കണക്കായി ഒരു പ്രോഫിറ്റ് ആയി നിൽക്കണം എന്നുള്ളത് മാത്രമാണ് ഞാൻ ശ്രദ്ധിക്കാറ്. അതുകൊണ്ട് കൃത്യം ആ ലെവലിന് മുകളിൽ ക്ലോസ് ചെയ്യും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നൊന്നും നിങ്ങൾ കരുതിയേക്കരുത്. എൻ്റെ പ്ലാൻ അഥവാ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ എന്ന രീതിക്ക് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾക്കറിയാം, ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ഒന്നുമല്ല. എൻ്റെ എക്സ്പീരിയൻസിൻ്റെ വെളിച്ചത്തിൽ മാത്രം ചെയ്തു പോകുന്ന കാര്യമാണ്. അത് എപ്പോഴും കറക്റ്റ് ആയിക്കൊള്ളണം എന്നില്ല. അതുകൊണ്ട് നിങ്ങളുടേതായ ഒരു അനലൈസേഷനും കൂടെ ചേർത്ത് മാത്രമേ ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ അടുത്തതായി ബാങ്ക് നിഫ്റ്റിയിൽ എന്താണ് നമ്മുടെ ട്രേഡിംഗ് ലെവൽ എന്ന് നോക്കാം. 53,027 എന്ന ലെവലാണ് ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ ആദ്യമായി പ്രതീക്ഷിക്കുന്ന ഒരു സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇന്ന് രേഖപ്പെടുത്തിയ ഉയരം 53,358 എന്ന ലെവലാണ് ആദ്യമായി പ്രതീക്ഷിക്കുന്ന പ്രധാന റെസിസ്റ്റൻസ് ലെവലും. അതിനിടയിൽ ഇത്രയും ഒരു ഡിസ്റ്റൻസ് റേഞ്ച് ഉള്ളത് കൊണ്ട് 53,228 എന്ന ഒരു ലെവൽ കൂടി ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് നൽകുന്നതെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ ഏതോ ആ ലെവൽ ഞാൻ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന പ്രധാന ടാർഗറ്റ് ഇന്നത്തെ ഉയരമാണ്, ഇന്ന് രേഖപ്പെടുത്തിയ ഉയരമാണ്, അതായത് 53,358 എന്ന ലെവലാണ്. അതിനു മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ പ്രൈസ് അപ്പോൾ തന്നെ മൂവ് ചെയ്യുന്നു. പ്രൈസ് ആക്ഷൻ പ്രകാരം ചെറിയ ടൈം ഫ്രെയിം അങ്ങനെയാണ് കാണിക്കുന്നതെങ്കിൽ ഞാൻ ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനും ട്രേഡ് ചെയ്തേക്കാം.
അങ്ങനെയെങ്കിൽ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരം തന്നെയാണ്. എന്നാൽ അതിന് മുകളിലോട്ട് കിടക്കുമെങ്കിൽ ലഭിച്ചേക്കാമെന്ന് കരുതുന്ന ടാർഗറ്റ് ഇതാണ് 53,494. എന്നാൽ അതും ബ്രേക്ക് ചെയ്യും എന്ന് കാണുകയാണെങ്കിൽ, പുതിയ ടാർഗറ്റ് എനിക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ, ഞാൻ അന്നേരം ട്രേഡ് ചെയ്യുന്നത് ഇതാണ് എങ്കിൽ തീർച്ചയായും ടെലഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്യാൻ ഞാൻ ശ്രദ്ധിക്കുന്നതാണ്. എന്നാൽ ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷനാണ് നൽകുന്നത് എങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ അതിന് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന പ്രധാന ടാർഗറ്റ് ഇതിന് താഴെ, അതായത് ആദ്യത്തെ സപ്പോർട്ട് ലെവലിന് താഴെ ക്ലോസ് ആവുക എന്നതാണ്. എങ്കിലും 52,921 എന്ന ലെവലിന് താഴോട്ട് ഒരു 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ കുറച്ചും കൂടി പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുന്നതിന് കുറച്ചും കൂടി ഗ്യാരണ്ടീഡ് ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു സംഭവം, അങ്ങനെ ഒരു മൂവ്മെന്റ് ഉണ്ടായാൽ വീണ്ടും കിട്ടിയേക്കാവുന്ന അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ കാണിക്കുന്നു എന്ന് തോന്നിയാൽ ഞാൻ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ അപ്പോൾ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. പ്രതീക്ഷിക്കുന്ന അടുത്ത ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ തന്നെയാണ്. എങ്കിലും അതിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ, അതായത് ഈ ലെവലിന് താഴോട്ട് 52,715 എന്ന ലെവലിന് താഴോട്ട് ഇന്നത്തെ ലോയ്ക്ക് താഴോട്ട് ബ്രേക്ക് ചെയ്താൽ വീണ്ടും കുറച്ചും കൂടി പാൾ ഉണ്ടായേക്കാം എന്നാണ് ഞാൻ കണക്കാക്കുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അവ നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. 52,622, 482, 328, 226, 52,079 എന്നിങ്ങനെയാണ് ഞാൻ പ്രധാനമായും രേഖപ്പെടുത്തിയിട്ടുള്ള ലെവലുകൾ. നിങ്ങൾക്ക് സ്ക്രീനിൽ തീർച്ചയായും വീഡിയോ പോസ്റ്റ് ചെയ്തതിനു ശേഷം ആവശ്യമെങ്കിൽ കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ അടുത്തതായി സെൻസെക്സിൽ എന്താണ് ലെവൽ എന്ന് പരിശോധിക്കാം. 80,188 എന്ന ലെവലാണ് ഞാൻ ആദ്യമായി ലഭിച്ചേക്കാം എന്ന് കരുതുന്ന റെസിസ്റ്റൻസ് ലെവലായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ 79,904 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് സോണായി ഞാൻ കണക്കാക്കുന്നത്. എന്നാൽ ഇന്നത്തെ ലോ എത്രയോ അത് രേഖപ്പെടുത്താനായി 79,987 എന്ന ലെവലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ ബൈയിങ് ഡയറക്ഷനാണ് പ്രൈസ് ആക്ഷൻ പ്രകാരം നൽകുന്നത് എങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ആദ്യമേ ലഭിക്കാമെന്ന് കരുതുന്ന റെസിസ്റ്റൻസിന് മുകളിൽ, അതായത് 80,188 എന്ന ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട്, എന്ന് പറഞ്ഞാൽ താഴോട്ട് വീണ്ടും പൊട്ടിക്കാതെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ ഒരു കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അപ്പോൾ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരം തന്നെയാണ് എങ്കിലും അതിന് മുകളിൽ ക്ലോസ് ചെയ്യുക, അതായത് 80,246 എന്ന ലെവലിനെല്ലാം മുകളിൽ ഒന്ന് ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ പ്രൈസ് തീർച്ചയായും അപ്വേർഡ് പോയേക്കാം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുക. അങ്ങനെയെങ്കിൽ തുടർന്ന് ഞാൻ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഉപയോഗിക്കും. അതല്ലെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തതിനു ശേഷം വീണ്ടും കിട്ടുന്ന ഡിക്ലൈനിൽ സ്റ്റോപ്പ് ലോസുകൾ കണക്കാക്കിക്കൊണ്ട് വീണ്ടും എൻ്റർ ചെയ്തേക്കാം. അപ്പോൾ ഇന്ന് രേഖപ്പെടുത്തിയ ഈ ഉയരം 80,395 എന്ന ലെവലിന് മുകളിൽ എടുത്തുന്നു എങ്കിൽ തുടർന്ന് ഇന്ന് തന്നെ രേഖപ്പെടുത്തിയിരുന്ന ടാർഗറ്റാണ് 80,433 എന്ന ലെവൽ. അപ്പോൾ അതിനു മുകളിൽ അത് ടെസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് വാച്ച് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു മൂവ്മെന്റ് ആണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ തീർച്ചയായും ടെലഗ്രാം ചാനലിൽ ഇന്ന് പോസ്റ്റ് ചെയ്തതുപോലെ തന്നെ ഞാൻ പുതിയ എൻ്റെ ടാർഗറ്റ് ലെവൽ എന്തായിരിക്കും, എൻ്റെ പ്രതീക്ഷ എന്താണോ അത് ഞാൻ പോസ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുന്നതാണ്. താല്പര്യമുള്ളവർക്ക് സമയത്ത് തന്നെ വേണ്ടി വന്നാൽ ടെലഗ്രാമിൽ പരിശോധിച്ച് നിങ്ങൾക്കും ആ ലെവൽ എന്താണ്, താല്പര്യമുള്ളവർക്ക് മാത്രം സ്വന്തമായി ഇതെല്ലാം ചെയ്യാൻ അറിയാവുന്നവർ ഒരു കാരണവശാലും എന്നെ ഡിപ്പെൻഡ് ചെയ്യുകയോ എൻ്റെ പ്ലാൻ ഉപയോഗിക്കുകയോ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മളെത്ര വൃത്തിയായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ മറ്റൊരാൾ പോസ്റ്റ് ചെയ്യുന്നത് ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ പലപ്പോഴും പലരുടെയും ശ്രദ്ധിക്കാറുണ്ട്. എന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്കും താല്പര്യമുണ്ടെങ്കിൽ ശ്രദ്ധിക്കാവുന്നതാണ് എന്ന് മാത്രം. അപ്പോൾ ഇത്രയുമാണ് 3 ഇൻഡെക്സുകളുടെയും എൻ്റെ ട്രേഡിംഗ് പ്ലാനുകൾ. അപ്പോൾ പതിവ് ഡയലോഗ്, നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മളുടെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ, ഗുണകരമാണ് നമ്മുടെ ചാനൽ എന്ന് ഫീൽ ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക, മറ്റു സുഹൃത്തുക്കൾക്കും താല്പര്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. നാളെയും നല്ല മൂവ്മെന്റ് എല്ലാ ഇൻഡെക്സുകളിലും ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.